ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് മുത്തുമണിയുള്ള വിശേഷം? സുഖമല്ലേ നിങ്ങൾക്ക്? ഇന്ന് റൂമിൽ തന്നെ ഒരുപാട് പണിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കട്ടിലെല്ലാം ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് എല്ലാം ഒന്ന് പിന്നെ എന്താ പറയുക, പെണ്ണുങ്ങളൊരു സ്വഭാവം ഇങ്ങനെ കുറേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് ഇടണോ ഒന്ന് ഇങ്ങോട്ട് ഇടണോ ഒരു തോന്നലുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മളെ പൊരയിലാണെങ്കിലും അങ്ങനെ തന്നെ അങ്ങോട്ടും ചേഞ്ച് ആക്കും ഇങ്ങോട്ട് ചേഞ്ച് ആക്കിയിട്ടില്ലേ ഈ പരിപാടി തന്നെ കേട്ടോ. ഞാൻ കുറേ ദിവസമായി നമുക്ക് ഒത്തൊരാളെ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ നിന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പോഴേ ഉണ്ടായിരുന്നു പിന്നെ കട്ടിലൊന്ന് ചേഞ്ച് ആക്കിയിടണോ, ഫ്രിഡ്ജെല്ലാം ഇങ്ങോട്ട് പിടിക്കണോ എന്നെല്ലാം ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ അത് നടന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും ആവില്ല. ഫ്രിഡ്ജ് ഭയങ്കര വെയിറ്റാണ്, പിന്നെ കട്ടിൽ ഒരു അൽമാര ഉണ്ട്. ബാക്കിയെല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് എന്തെങ്കിലും എല്ലാം ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നീക്കിയിടും കേട്ടോ. ബാക്കി ഒരാൾ തന്നെ വേണം. അപ്പം ഇന്ന് എല്ലാം ചേഞ്ച് ആക്കിയിട്ടാ. അപ്പോൾ ചേഞ്ച് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കട്ടിൻ്റെ അടി എന്ന് പറഞ്ഞാൽ ഫുള്ള് സാധനമായിരുന്നു. അപ്പോൾ അത് ഒരു കാർബോർഡ് പൊട്ടി വാങ്ങി ഫുള്ള് സാധനം അതിൽ വെച്ച്. അപ്പോൾ നമുക്ക് ഇനി അടിച്ച് വാരാനെല്ലാം നല്ല സുഖം. അല്ലെങ്കിൽ നമുക്ക് പൊക്കമില്ലാത്ത കട്ടിലായതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്താക്കരുത് വെച്ചാൽ അടിച്ച് വാരാൻ സാധനം കൂടി ഉണ്ടെങ്കിൽ അടിച്ച് വാരാൻ പറ്റൂല. അപ്പോൾ ഞാൻ എന്താക്കി എല്ലാം ഒന്ന് ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഞാൻ കിച്ചണും കൂടി ഉണ്ട് കാണിച്ചു തരാം. കിച്ചണും കൂടി ഒന്ന് വൃത്തിയാക്കിയാൽ കിച്ചണും കൂടി ഒന്ന് വലിച്ചിട്ടിട്ട് ഫുള്ളൊന്ന് വൃത്തിയാക്കണം കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകെല്ലാം ഒന്ന് ഫുള്ള് വൃത്തിയായതുകൊണ്ട് കിച്ചണും കൂടി ഒന്നെല്ലാം തുടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അധികം വെള്ളിയാഴ്ച മൊത്തം ഒന്ന് ഫുള്ള് ക്ലീൻ ആക്കുന്നതാണ്. എന്നാലും ഒന്ന് നമ്മൾ അകെല്ലാം ഒന്ന് വൃത്തിയായപ്പോൾ എനിക്ക് തോന്നി നമ്മളെ കിച്ചണും കൂടി ഒന്ന് വൃത്തിയാക്കാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുക, അടിച്ച് വരാൻ കച്ചറ കുറേ ഉണ്ട് കൊണ്ടുപോയിടാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുക്കത് ടേബിൾ തുടച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ സമയം കിട്ടിയപ്പോഴുള്ള ഇത് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കട്ടിലായിരുന്നു കേട്ടോ, അല്ല ഈ സൈഡിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കട്ടിലുള്ള സ്ഥലത്ത് നമ്മൾ അൽമാറി ടേബിളും ഇട്ടു കേട്ടോ. ടേബിളും ഇട്ട് അപ്പോൾ നമ്മളെ ഫ്രിഡ്ജും കാര്യമല്ല ഈ ഒരു മൂലൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു കോണ് പോലെ ഉണ്ട്. ഇത് അപ്പുറം ഫാമിലിൻ്റെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത് ഫ്ലൈവുഡാണ്. കണ്ട ഫ്ലൈവുഡ് അടിച്ചിട്ട് ഒരു പുട്ടിയിട്ടതാണ്. അപ്പോൾ അത് പുട്ട്, ഇത് ചുമരാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ടിൽ ഇങ്ങോട്ട് ഇട്ടിട്ടാ, കട്ടിൽ ഇങ്ങോട്ട് ഇട്ട് സെറ്റപ്പാക്കി. കട്ടിൽ ഇങ്ങോട്ട് ഇട്ട് പിന്നെ ഒരു ഇതുണ്ട് അത് ഇങ്ങോട്ട് ഇട്ട് ഫ്രിഡ്ജ് ഇതാ ഇവിടെ വെച്ചു. പിന്നെ ഇത് മാറ്റിയിട്ടില്ല കേട്ടോ, ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മീൻ വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടില്ല, ഇത് ഞാൻ ക്ലീൻ ആക്കുന്ന വില്ലേന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു 3 മീൻ വാങ്ങി ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. എപ്പോഴും ഞാൻ വർത്താനെല്ലാം പറയും കേട്ടോ. എൻ്റെ സൗണ്ട് കേട്ട് ഇങ്ങനെ വന്ന് നോക്കും. പിന്നെ കണ്ട ഭയങ്കര ഇളക്കാ, ഇങ്ങനെ സംസാരിച്ച് എപ്പോഴും ഓലോട് ഞാൻ സംസാരിച്ചും കൊണ്ടിരിക്കും. ഇപ്പോൾ രാത്രി കെടുക്കുകയാണെങ്കിലോ രാവിലെ നീച്ചാലോ എല്ലാം ഞാൻ എന്താക്കും പോലെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പം ഇവരാണ് ഇപ്പം എൻ്റെ മെയിൻ കൂട്ട് ഇങ്ങനെ. അപ്പോൾ ഒരു 3 മീനുണ്ട് കേട്ടോ. ഒരാളെ കാണുന്ന ഒരാൾ ഇതാ എൻ്റെ ചോട്ട് നിൽക്കുന്നുണ്ട്. കുറച്ചായി ഇത് വാങ്ങിയിട്ട്. പിന്നെ ഇങ്ങനെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേഞ്ച് ആക്കിയത് എനിക്ക് തോന്നുന്നു ഇപ്പം ചേഞ്ച് ആക്കിയപ്പോൾ കുറച്ച് കൂടുതൽ വീണ്ടും സ്ഥലമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി ഇതെല്ലാമാണ്. പിന്നെ ഇവിടെ ടേബിൾ ഇട്ട് അതിൻ്റെ അടിയിൽ 2 കാർബോർഡ് പെട്ടിയിൽ ഫുള്ള് സാധനമാക്കിയിട്ട് ഈ ടേബിളിൻ്റെ അടിയിൽ തന്നെ വെച്ചു കേട്ടോ. ടേബിളിൻ്റെ അടിയിൽ തന്നെ വെച്ച് പിന്നെ ഇത് നമ്മളെ കുറച്ച് പിസ്ത ബദാം ബിസ്ക്കറ്റ് രാവിലെ നാസ്ത കഴിക്കാൻ പഴങ്ങളെല്ലാം ഈ ടേബിളുമ്മ തന്നെ വെക്കും, എന്നാലേ എടുത്ത് കഴിക്കാൻ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു പഴവും 2-3 പച്ചാപ്പിളെല്ലാം ഉണ്ട്. പിന്നെ ഈ അൽമാറ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, അത് കട്ടിൻ്റെ അടിയിലായിരുന്നു, അത് മേലെ കയറ്റി വെച്ചു. പിന്നെ നിസ്കാര കുപ്പായം അവിടെ വെച്ചു. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് പൂ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുന്ന കലണ്ടറും പിന്നെ ഇതാ. അപ്പോൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നവരുണ്ടെങ്കിൽ എനിക്ക് അടുത്ത കൊല്ലത്തെ കലണ്ടർ കിട്ടുകയാണെങ്കിൽ ഒന്ന് കൊണ്ടുത്തരണം കേട്ടോ. 2025 അല്ലേ, 2026 കലണ്ടർ കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും എന്നെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുത്തായോ കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയാണ് ഇപ്പം ഒന്ന് ഫുള്ള് ക്ലീൻ ആക്കിയത്. അപ്പോൾ ക്ലീൻ ആക്കിയപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം. പിന്നെ ഇവിടെ ഞാൻ നമ്മളെ
ഒരു പിന്നെ ഇത് വെച്ചിട്ടുണ്ട്, കച്ചറെല്ലാം ഇടാൻ ബാത്റൂമിലെല്ലാം പോയ ടിഷ്യൂ പേപ്പറെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ചെരുപ്പാണ്, ചെരുപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫർദയും കാര്യങ്ങളും ഒരു ബാഗും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുഞ്ഞു റൂമാണ്. നിങ്ങൾ ഇതിൽ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഇത് വലിയ റൂമാണ്. വലിയ റൂമല്ല, ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ. പിന്നെ ഞാനിതാ നമ്മൾ 2020 പോയിട്ട് ഇതാ നല്ലൊരിത് വാങ്ങി, പിന്നെ ഇത് വാങ്ങി, 2 കൂടി വാങ്ങണം. രസം ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ നമ്മളെ സ്വന്തം മൈപ്പിയിൽ പാവം ഫ്രിഡ്ജ് വെച്ചുകൊണ്ട് മറിഞ്ഞാ പാവല്ലേ നമ്മളെ മൈപ്പിയിലുണ്ട്. പിന്നെ ഇത് എൻ്റെ സ്വന്തം എൻ്റെ മക്കളെ പോലെ കൂടെയുള്ളൊരു ചെടിയാണ്. ഞാൻ ഒരുപാട് വർഷം ഒരു കുഞ്ഞ് വാങ്ങിയതാണ്, വളർത്തി കൊണ്ടുവന്ന ചെടിയാണ്. പിന്നെ നമ്മളെ 2 ചെടിയും ഉണ്ട്. പിന്നെ നമ്മളെ മക്കളും ഉണ്ട് ഇവിടെ എനിക്ക് കൂട്ടായിട്ട്. അപ്പോൾ ഇതെല്ലായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ കച്ചറ തുടച്ചിട്ടൊന്നുമില്ല. പിന്നെ കിച്ചനും കൂടി ഒന്ന് വൃത്തിയാക്കി മൊത്തം ഒന്ന് തുടച്ച് ഫുള്ള് സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് സൂപ്പർ റൂമാണ്. കാർപ്പറ്റിൻ്റെ അവസ്ഥ കണ്ട. ഞാൻ നോമ്പാകുമ്പോൾ ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നോമ്പാകുമ്പോൾ ഒന്ന് ചെറുങ്ങനെ അവർ പെയിൻ്റ് അടിച്ചു തരും, അറിയില്ല വില്ലക്കാർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം AC 2 വട്ടം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലാക്കും കാര്യമെല്ലാം ആയിട്ട് ചുമര് മാഷായി കിടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട കാർപ്പറ്റ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം വലിച്ച് കീറിയതിന് മൊത്തം ഞാനിതാ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച്. നമുക്ക് അതിനല്ലേ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതാവുള്ളൂ. നോമ്പ് വരട്ടെ ഇൻഷാ അല്ലാഹ്. ഈ കാർപ്പറ്റ് ഒന്ന് ചേഞ്ച് ആക്കണമെന്നുണ്ട്. പറ്റിയ ചേഞ്ച് ആക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഇതെല്ലാണ് പൊടി കയറിയിട്ടാണ്. അലർജി ഉണ്ടായതുകൊണ്ട് കുറച്ച് പൊടി കയറിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷം കണ്ടല്ലോ. കട്ടിൽ അങ്ങോട്ട് ഇടൽ, അൽമാര അങ്ങോട്ട് ഇടൽ, ഫ്രിഡ്ജ് അങ്ങോട്ട് ഇടൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. എല്ലാം കഴിഞ്ഞ് ഇനിയെല്ലാം സെറ്റപ്പാക്കി. ഇപ്പോൾ ചോറ് വെച്ചിട്ടില്ല, ഒരുപാട് സമയമായി ഇവിടെ ചോറ് വെക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ആരെന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരോ ഒരു കമൻറ്റ് ചെയ്തതിന് താത്ത പിന്നെ പാത്രങ്ങൾ ഉണ്ടായതാണോന്നല്ല. ഇത് ഒരുപാട് വർഷം ഞാൻ ഖത്തറിൽ വന്നപ്പോൾ കൂടെ എന്താ പറയുക എൻ്റെ പാത്രങ്ങളാണ്. ഞാൻ അധികം ചട്ടിയാണ് ഉപയോഗിക്കൽ, എല്ലാത്തിനും ചട്ടി തന്നെയാണ് ഉപയോഗിക്കൽ കേട്ടോ. ചട്ടികളാണ് എനിക്ക് കൂടുതൽ. പച്ചക്കറി, മീൻ പറ്റിക്കാൻ. അപ്പോൾ ചെറിയ ചെറിയ ചട്ടികളും എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് കിച്ചനെന്ന് പറഞ്ഞാൽ ഇതന്നെ ഉള്ളൂ. ഇത് നമ്മളെ ഹാള്, ഇത് നമ്മളെ ഹാള്, ഇത് കിച്ചനെന്ന് പറഞ്ഞാൽ 2 ആൾക്കും നിൽക്കാനൊന്നും പറ്റില്ല, നമുക്ക് മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ട. പിന്നെ ഇതെല്ലാം ഞാൻ വാങ്ങിയ പാത്രങ്ങളെല്ലാമാണ്. പിന്നെ എൻ്റെ അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കണ്ടില്ലേ. ഇപ്പോൾ പറയണം എങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ താത്താൻ്റെ കൂടെ സായിനെ ഇഷ്ടപ്പെടുന്നവർ സായിൻ്റെ കൂടെ നിൽക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. എനിക്ക് തോന്നുന്നത് ആ കട്ടിൽ ഞാൻ ആദ്യം ഈ കട്ടിൽ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് ചേഞ്ച് ആക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ ചേഞ്ച് ആക്കി. ഇനി എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഒരു കൊല്ലമായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ആക്കിയിട്ടിട്ട്. ഇനി ചിലപ്പോൾ ഒരു കൊല്ലമാകുമ്പോൾ അല്ല 6 മാസം ആകുമ്പോൾ മൈൻഡ് മാറും, ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.